ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് കേരളത്തിലെത്തും. കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിലാകും പ്രധാനമന്ത്രി പങ്കെടുക്കുക. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM-നെതിരെ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ട് CPM BJP-ക്കെതിരെ ആയുധമാക്കുമ്പോൾ കരുവന്നൂർ ഉയർത്തി പ്രതിരോധത്തിലാക്കാനുള്ള BJP-യുടെ നീക്കമാണത് എന്ന് വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഇരിങ്ങാലക്കുടയിലേക്ക് കൂടി, കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ കൂടി എത്തും അദ്ദേഹം എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഒരിടത്ത് മാത്രമാണോ വേദി നിശ്ചയിച്ചിട്ടുള്ളത്? ഗൂഗിൾ നിലവിൽ ഇപ്പോഴും ഈ ഇരിങ്ങാലക്കുട മണ്ഡലം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്തും പ്രധാനമന്ത്രി എത്തുന്നത് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നിടങ്ങളിൽ ഈ എത്തുന്ന കാര്യമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ തീരുമാനമായത് ഈ കുന്നംകുളത്ത് മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുന്നംകുളത്ത് 15-ാം തീയതി രാവിലെ 11 മണിക്ക് ചെറുവത്തൂർ ഗ്രൗണ്ടിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക. ചെറിയ റോഡ് ഷോയും അതോടൊപ്പം തന്നെ ഈ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആലത്തൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവിന്റെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി എത്തുന്നത്. പ്രത്യേകിച്ച് ഈ ആലത്തൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമാണ് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. കാരണം SFIയുമായി നേർക്കുനേർ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ വലിയ ജനപ്രീതി അല്ലെങ്കിൽ ഈ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പ്രീതി NDA സ്ഥാനാർത്ഥിയോടുണ്ട്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുന്നംകുളത്ത് ആലത്തൂർ സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം എത്താനുള്ള ഈ തീരുമാനത്തിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഈ പൊന്നാനിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരിങ്ങാലക്കുടയിൽ പ്രധാനമന്ത്രി എത്തിയില്ലെങ്കിൽ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഇവിടെ എത്തും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൊച്ചിയിലും ഇരിങ്ങാലക്കുടയിലും കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള വേദി പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ. ശരി, സൂരജ് ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രധാനമന്ത്രി 15-ന് കേരളത്തിലെത്തും. തൃശ്ശൂരിൽ അത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന കുന്നംകുളത്താണെങ്കിലും ഇരിങ്ങാലക്കുടയിൽ കൂടി, കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ കൂടി അദ്ദേഹത്തിന്റെ പരിപാടി സംഘടിപ്പിക്കുവാനാണ് BJP-യുടെ ശ്രമം. ഏതായാലും കരുവന്നൂർ വലിയ പ്രചാരണ വിഷയമാക്കി ഉയർത്തുവാനുള്ള BJP-യുടെ നീക്കങ്ങളാണ് സജീവമാകുന്നത്.